ഒന്ന് നിന്നേ. ഇതും കൂടി കൊണ്ടുപോക്കോ. കല്യാണം ഞങ്ങളങ്ങ് തീരുമാനിച്ചു കലാവതി. എത്രയും പെട്ടെന്ന് ഞങ്ങളത് നടത്തും. നല്ല കാര്യം. അത് ശരി, അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നോ അല്ലേ? ആദ്യം അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ. അമൃതയ്ക്കും താല്പര്യമാണ് അല്ലേ? ഒന്നിച്ച് വളർന്ന പിള്ളേരല്ലേ. പെണ്ണിന് നേരത്തെ അവനോട് വലിയ താല്പര്യ. പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചത്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു ഹോട്ടലുകാരിക്ക് കിട്ടാൻ പോകുന്നതേ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ അല്ലേ. അവന് ജോലിയുള്ള ഒരു പെണ്ണിനെയായിരുന്നു താല്പര്യം. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ അവ സമ്മതിച്ചത്. അയ്യോ, എന്തിനാ നിർബന്ധിച്ചത്? അവന്റെ ഇഷ്ടത്തിന് വിടുന്നതായിരുന്നില്ലേ നല്ലത്? ആദ്യം എന്റെ മനസ്സിലും അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ ഇത് തന്നെ നടത്തുന്നതാ നല്ലതെന്ന് തോന്നി. എന്ന് വെച്ച കണ്ണായ സ്ഥലത്തല്ലേ അവളുടെ ഹോട്ടൽ ഇരിക്കുന്നേ. ഇപ്പോ 1 ഏക്കറുണ്ട്. കോടികളുടെ വില മതിക്കില്ലേ അതിന്? അമൃതയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ, 5 പേർക്കും കൂടി ഉള്ളതല്ലേ. കല്യാണം ഒന്ന് കഴിയട്ടെ കലാവതി. ഓഹരിയും കാര്യമൊക്കെ പിന്നെ ഞാൻ തീരുമാനിക്കും. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഒറ്റക്കെട്ടാ വരും. അതെനിക്കറിയാം. ആ കെട്ട് പൊട്ടിക്കണം. അത് പറയാനും കൂടിയിട്ടാ ഞാൻ കലാവതിയെ അത്യാവശ്യമായി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അനിയത്തിമാരെ 4നെയും അമൃതയിൽ നിന്നും അകറ്റണം. അതിന് കലാവതിയുടെ സഹായം എനിക്ക് വേണം. അതെന്റെയും കൂടി ആവശ്യം അംബികെ. 4 എണ്ണത്തിനെയും തെരുവിലിറക്കണം എനിക്ക്. എന്നുവെച്ച് നിന്റെ മോൻ അമൃതയെ കല്യാണം കഴിക്കില്ല. അത് മുടക്കും ഞാൻ. എന്റെ മഹീന്ദ്രനുള്ള പെണ്ണാവള്. കലാവതി എന്താ ആലോചിക്കുന്നത്? നിനക്കും അവരോട് പകയുള്ളതല്ലേ? എന്നാലാവുന്നത് ഞാൻ സഹായിക്കാം. പഞ്ചരത്നം ഇല്ലാതാവണം. 5 വഴിക്കാവണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറ. ആ അനിയത്തിമാര് പിള്ളേരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കണം. എങ്ങനെ? അതിന്റെ തുടക്കം ഞാൻ ഇട്ടുതരാം. പിന്നെ കാര്യങ്ങൾ നീക്കാൻ അംബികയ്ക്ക് പറ്റും. പറ്റിക്കും ഞാൻ. ഇക്കാര്യത്തില് തൽക്കാലം നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് അംബികയെ. അത് കഴിഞ്ഞ് അടുത്ത ചെക്ക് ഞാൻ നിന്റെ മോന് വെക്കും.